65ാമത്തെ ക്വസ്റ്റ്യൻ എഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ക്വസ്റ്റ്യൻ 65 മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കോഡ് ഗിവൺ ബിലോ. 4 ഓതേഴ്സും 4 ഡിഫറെൻറ്റ് വർക്കുകളും അതാണ് ഈ ലിസ്റ്റിലുള്ളത്. ഓതേഴ്സിൻ്റെ പേര് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ, ഏണസ്റ്റ് ഗെൽനർ, എറിക് ജെഹോബ്സൺ, ഇ കെഡോറി. വർക്ക്സ് നാഷണാലിസം പബ്ലിഷ്ഡ് ഇൻ 1960, നാഷൻസ് ആൻഡ് നാഷണാലിസം ഇൻ 1870 പബ്ലിഷ്ഡ് ഇൻ 1990, ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് പബ്ലിഷ്ഡ് ഇൻ 1983, നാഷൻ ആൻഡ് നാഷണാലിസം പബ്ലിഷ്ഡ് ഇൻ 1983. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. അതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എ ബെനഡിക്റ്റ് ആൻഡേഴ്സൺ wrote imagined communities in 1983 and Ernest Gellner wrote Nation and Nationalism in 1983 and Eric J. Hobson wrote Nations and Nationalism in 1870 published in 1990 and E. Kedori published his work Nationalism in 1960. ഇങ്ങനെയാണ് അതിൻ്റെ മാച്ച് വരുന്നത്. അതിൽ ആ സെക്കൻഡ് ബുക്കും ഫോർത്ത് ബുക്കും തമ്മിൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് ഏകദേശം ഒരേപോലെയാണ് ബുക്കിൻ്റെ പേരെങ്കിലും ഇൻ 1870 എന്നുള്ള ഒരു അഡീഷണൽ വേർഡ് അതിനുള്ളത് കൊണ്ട് തന്നെ നാഷൻസ് ആൻഡ് നാഷണാലിസം ഇൻ 1870 എന്നുള്ളത് ഒരു പുസ്തകത്തിൻ്റെ മൊത്തം പേരാണ്. ഫോർത്ത് പുസ്തകം എന്ന് പറയുന്നത് നാഷൻ ആൻഡ് നാഷണാലിസം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഒരു വ്യത്യാസമാണ്. പക്ഷേങ്കിൽ നല്ലോണം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പുസ്തകങ്ങളുടെ പേരുകളാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് പഠിച്ച് പോയാൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ കുറച്ചിട്ട് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഇത്തരം ചോദ്യങ്ങൾ വളരെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 66th question, which one of the following inscriptions of Ashoka gives an account of ധർമ്മവിജയ? താഴെ തന്നിരിക്കുന്നതിൽ അശോകൻ്റെ ഏത് ഇൻസ്ക്രിപ്ഷനാണ് ധർമ്മവിജയത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി 13th റോക്ക് എഡിക്റ്റ് ആണ്. അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് എഡിക്ട്സ് ആയിട്ടാണ് ഉള്ളത്. അതിൽ തന്നെ മേജർ എഡിക്റ്റ്, മൈനർ എഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു സെറ്റ് ഓഫ് എഡിക്ട്സ് ഉണ്ട്. അതിൽ ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ 13ാമത്തെ റോക്ക് എഡിക്റ്റിലാണ് ഈ ധർമ്മവിജയത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. Question 67. Plow is the characteristic feature of icons of dash. താഴെ തന്നിരിക്കുന്നതിലെ പ്ലോ അഥവാ കലപ്പ ആരുടെ ആയുധമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഹലായുധൻ അഥവാ ഹലം എന്ന് പറഞ്ഞാൽ കലപ്പേൻ്റെ മറ്റൊരു പേരാണ്. അത് ആരാണ് എന്നാണ് ചോദ്യം. കലപ്പ എടുത്ത് നിൽക്കുന്ന ഗോഡ് അല്ലെങ്കിൽ ഇൻകാർണേഷൻ ഓഫ് വിഷ്ണു എന്ന് പറയുന്നത് ബലരാമനാണ്. ഓപ്ഷൻസിൽ ബലരാമനുണ്ട്, കൃഷ്ണനുണ്ട്, സൂര്യനുണ്ട്, ത്രിവിക്രമനുണ്ട്. അതിൽ ബലരാമൻ്റെ ആയുധമാണ്. കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, എന്നാലും ചിലപ്പോൾ അത് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവാം. നമ്മളങ്ങനെ കഥകൾ കേൾക്കണമെന്നൊന്നും ഇല്ലല്ലോ. പണ്ടത്തെ കഥകൾ കേട്ട് വളരാത്തതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ചിലപ്പോൾ അത് അറിയില്ല എന്നുള്ളവരുണ്ടാവാം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയും എന്നാൽ അല്ല കഥകൾ കേട്ട് വളരുന്നവർക്ക് നന്നായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്നതുമായിട്ടുള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ ആ ചോദ്യം അത്രയേ ഉള്ളൂ. എമംഗ് ദ ഇൻകാർണേഷൻ ഓഫ് വിഷ്ണു ഹു ഓൺസ് പ്ലോ ആസ് ഹിസ് ഐക്കൺ? ബലരാമ is the answer. 68th question. The Chola king who, in order to avoid bitterness and made peace with Vijayabahu of Sri Lanka and gave his daughter in marriage to a Simhali prince was dash. അതായത് ഏത് ചോള രാജാവാണ് വിജയബാഹു എന്ന് പറയുന്ന ശ്രീലങ്കൻ രാജാവുമായിട്ട് ട്രീറ്റി ഉണ്ടാക്കുകയും അവരുമായിട്ടൊരു യുദ്ധം വേണ്ട, ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും വേണ്ട, സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവരുമായിട്ടൊരു പീസായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുകയും അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകളെ അവിടുത്തെ സിംഹളീസ് പ്രിൻസിന്, അവിടുത്തെ രാജകുമാരന് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്ത് ചോള രാജാവ് ആരാണ് എന്നാണ് ചോദ്യം. പണ്ടുകാലത്ത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ആദ്യം ഉണ്ടാക്കുന്നത് മാരേജ് അലയൻസ് ആണ്. ഒന്നിക്കിൽ മകളോ അല്ലെങ്കിൽ പെങ്ങളൊക്കെ അപ്പുറത്തെ രാജാവിനോ രാജകുമാരനൊക്കെ കെട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മകനുണ്ടെങ്കിൽ രാജകുമാരനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അലയൻസിന് റെഡിയാണോ എന്ന് ചോദിക്കുക. അതൊക്കെ അവരുടെ ഒരു ശീലമായിരുന്നല്ലോ. അങ്ങനെ ചോള രാജ്യത്തുനിന്ന് ശ്രീലങ്കയിലേക്ക് സ്വന്തം മകളെ കെട്ടിച്ചു വിട്ട് സമാധാന സന്ധി ഉണ്ടാക്കിയ രാജാവ് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോലോത്തുംഗ വണ്ണാണ് ഉത്തരമായിട്ട് വരുന്നത്. ശ്രീലങ്കയിലെ ലാംഗ്വേജ് ആണ് സിംഹള. അവരുടെ ആ കുലത്തിനെയും സിംഹളീസ് തന്നെയാണ് പറയുന്നുണ്ടായിരുന്നത്. അവരുടെ ആൻഷ്യൻ്റ് കുലം, ആ ഗ്രൂപ്പ് അറിയപ്പെടുന്ന സിംഹളീസ് ആണ്. അങ്ങനെയാണ് ഈ സിംഹളീസ് പ്രിൻസ് എന്ന് പറയുന്നത്. അത് അവരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ കുലത്തിൻ്റെ പേരിലാണ് സിംഹളീസ് പ്രിൻസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ചോള രാജകുമാരൻ എന്ന് പറയുമ്പോൾ തന്നെ സിംഹള രാജകുമാരൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എന്താണ് ടേം എന്നും കൂടി പറഞ്ഞു തന്നതാണ്. അതിൻ്റെ ഒരു അഡീഷണൽ എക്സ്പ്ലനേഷൻ അവിടെ കാണാൻ പറ്റും. ലാസ്റ്റ് ഫേസ് ഓഫ് ചോള ഹിസ്റ്ററി ആൻഡ് ചോള ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ബിഗിൻ വിത്ത് ഹിസ് ആക്സഷൻ. അതായത് ഈ രാജാവ് കോലോത്തുംഗ 1 അധികാരത്തിൽ വരുന്നതോടു കൂടിയാണ്
ചോള രാജ്യത്തിൻ്റെയും ചോള ചരിത്രത്തിൻ്റെയും ചോള ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൻ്റെയും എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഫേസിന് തുടക്കം കുറിക്കുന്നത്. അതായത് ഈ രാജാവ് കൂടി ഉണ്ടാകുമ്പോഴേക്കും കുറച്ച് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ രാജാവോട് അത് ക്ഷയിച്ച് വന്ന് പിന്നെ അത് നശിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ ഒരു അഡീഷണൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് മുന്നത്തെ ചോദ്യത്തിൻ്റെത് അവിടെ ഉള്ളത് ജസ്റ്റ് ബലരാമൻ കൃഷ്ണൻ്റെ എൽഡർ ബ്രദർ ആണ്, അഥവാ കൃഷ്ണൻ്റെ ഏട്ടനാണ് ബലരാമൻ എന്നുള്ള ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. അതും ഈ പറഞ്ഞ പോലെ കഥകൾ കേട്ട് പരിചയമുള്ളവർക്ക് വളരെ എളുപ്പമുള്ള അല്ലെങ്കിൽ നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷേങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി അവിടെ കൊടുത്തതാണ്. 69th question, which of the following is not the compilation of the conversation of the Sufis? അതായത് സൂഫികളുടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ സംഭാഷണം കമ്പൈൽ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു പുസ്തകങ്ങൾ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത ഒരെണ്ണം കൂടിയുണ്ട്. ഒരെണ്ണം അങ്ങനെ ഒരു കോൺവെർസേഷൻ അല്ല. അങ്ങനെ അല്ലാത്ത പുസ്തകം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. മത്ലബ് അൽ അൻവർ എന്ന് പറയുന്ന പുസ്തകം അത് അമീർ ഖുസ്രുവിൻ്റെ പുസ്തകമാണ്. ആൻഡ് 70th question എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദ റെഗുലേഷൻ ഓഫ് സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിസ് കൺട്രോൾ ഓഫ് ഗ്രെയിൻ പ്രൈസ് പോളിസി? അതായത് അലാവുദ്ദീൻ ഖിൽജി ഗ്രെയിൻ പ്രൈസ് അഥവാ ധാന്യങ്ങളുടെ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ എടുത്ത മെഷേഴ്സിൽ അല്ലാത്തത് ഏതാണ്, അതിൻ്റെ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, നോട്ട് ടു സെൽ ദ ഗ്രെയിൻ വിത്തൗട്ട് ദ പ്രയർ പെർമിഷൻ ഓഫ് ഷാഹ്ന. അതായത് ഷാഹ്നേൻ്റെ പ്രയർ പെർമിഷൻ ഇല്ലാണ്ട് ഗ്രെയിൻസ് വിൽക്കാം എന്നുള്ളത് ഇവരെ കൂട്ടത്തിലുള്ളതല്ല. അതായത് അവിടുത്തെ ഗ്രെയിൻസ് വിൽക്കണമെങ്കിൽ, ധാന്യം വിൽക്കണമെങ്കിൽ ഷാഹ്നേൻ്റെ പ്രയർ പെർമിഷൻ വേണം എന്നുള്ളതാണ് റൂള്. വേണ്ട എന്നുള്ളത് അലാവുദ്ദീൻ ഖിൽജിൻ്റെ കൺട്രോളിങ് മെഷേഴ്സിൽ ഉൾപ്പെടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഫിക്സേഷൻ ഓഫ് എ പ്രൈസ് ഓഫ് ദ ഗ്രെയിൻ ബൈ ദ കിങ് ആയിരുന്നു അല്ലെങ്കിൽ റൂളർ ആയിരുന്നു ആ ധാന്യത്തിൻ്റെ വില നിശ്ചയിച്ചിരുന്നത്. അത് അലാവുദ്ദീൻ ഖിൽജിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൺട്രോൾ അല്ലെങ്കിൽ ഗ്രെയിൻ പ്രൈസ് കൺട്രോളിൻ്റെ ഒരു മെഷറിൽ ഒരെണ്ണമായിരുന്നു. സ്റ്റോറിങ് ദ റോയൽ ഗ്രെയിൻ ഇൻ ന്യൂമറസ് സ്റ്റോർ ഹൗസ്. ഒരുപാട് സ്ഥലത്ത് റോയൽ ഗ്രെയിൻ അഥവാ രാജാവിൻ്റെ അധികാരത്തിൽ തന്നെ ഒരുപാട് ഗ്രെയിൻസ് ഒക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റോർ ഹൗസ് ഉണ്ടാക്കിയിട്ട് അവിടേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മാർക്കറ്റ് കൺട്രോൾ മെഷർ ആയിരുന്നു. ആൻഡ് ഓപ്ഷൻ ഡി, ടു മെയിൻറ്റെയിൻ ചീപ്നെസ് ഓഫ് ഗ്രെയിൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഡ്രോട്ട്, നോ പേഴ്സൺ ഷുഡ് ബി അലൗഡ് ടു ബൈ ഗ്രെയിൻ ഇൻ ദ ലീസ്റ്റ് ക്വാളിറ്റി വിത്തൗട്ട് പ്രൂവിങ് നീഡ്. അതായത് ഡ്രോട്ട് വരൾച്ചേൻ്റെ സമയത്തും ചീപ്പായിട്ടുള്ള റേറ്റിൽ തന്നെ അല്ലെങ്കിൽ നിലവിലുള്ള അതേ പൈസയിൽ തന്നെ പ്രൈസ് ഹൈക്ക് ഇല്ലാണ്ട് പൈസ കൂടാണ്ട് ഗ്രെയിൻസ് ധാന്യങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു മെഷറാണ്. ആൾക്കാർ നീഡ് എന്താണെന്ന് പ്രൂവ് ചെയ്യാണ്ട് അവർക്ക് ഒരു ലിമിറ്റിലപ്പുറത്തേക്ക് സാധനങ്ങൾ കൊടുക്കൂല. അതായത് ഒരാൾക്ക് പൈസ ഉള്ള പോലെ വാങ്ങിച്ചിട്ട് പൂഴ്ത്തി വെച്ച് കരിഞ്ചന്ത പോലെ ആക്കി വെച്ച് ആവശ്യം വരുമ്പോൾ എടുക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മറിച്ച് വെക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഈ ലിമിറ്റൊക്കെ അല്ലെങ്കിൽ നീഡ് അറിയിക്കണം, ആവശ്യം അറിയിക്കണം, എന്തിനാണ് ഇത്രയും സാധനം വാങ്ങുന്നതെന്നുള്ളതിൻ്റെ ആവശ്യം അറിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയും മാർക്കറ്റ് കൺട്രോൾസ് ആയിരുന്നു. അലാവുദ്ദീൻ ഖിൽജിൻ്റെ മാർക്കറ്റ് കൺട്രോൾ ആയിരുന്നു. ഉത്തരമായിട്ടുള്ള ഓപ്ഷൻ സിയിൽ ആ നോട്ട് എന്ന് പറയുന്ന വാക്ക് ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നത് അവരുടെ മാർക്കറ്റ് കൺട്രോളിൻ്റെ ഭാഗമായിരുന്നു. അതായത് ഏതാണ് മാർക്കറ്റ് കൺട്രോൾ മെഷർ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വന്നാൽ ഇതേ ചോദ്യം തിരിച്ച് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാനുള്ള ഉത്തരം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിച്ചു വെക്കണം എന്നാണ് പറഞ്ഞത്. 69ാമത്തെ ചോദ്യത്തിൻ്റെ 2 ഓപ്ഷൻസിൽ അഡീഷണൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഉത്തരമായിട്ടുള്ള മത്ലബ് അൽ അൻവർ എന്ന് പറയുന്നത് അമീർ ഖുസ്രു എഴുതിയ പോയിട്രി കമ്പൈലേഷൻ അഥവാ കവിതകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പുസ്തകങ്ങളാണ്. അല്ലെങ്കിൽ അതിൽ ഒരുപാട് കവിതകളാണ് ഉള്ളത്. അതൊരു പോയിട്രി കമ്പൈലേഷൻ, കവിതകളുടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കിയ പുസ്തകമാണ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ, ഫവായിദുൽ ഫഹദ് എന്ന് പറയുന്ന പുസ്തകം അമീർ ഹസൻ സിസി എഴുതിയതാണ്. അത് ഒരു റെക്കോർഡാണ് നിസാമുദ്ദീൻ ഔലിയയുമായിട്ടുള്ള കോൺവെർസേഷൻ. നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്ന സൂഫി സൈന്റിൻ്റെ തന്നെ കോൺവെർസേഷൻ തന്നെയാണ് ആ പുസ്തകത്തിലുള്ളത് എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഈ സെറ്റിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്.